ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ പാൻഡ തീമിലൊരു മിനി നോട്ട്ബുക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ പഴയ നോട്ട്ബുക്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പേജസ് ഒന്നും എഴുതാതെ വെറുതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പേജസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മിനി നോട്ട്ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കുഞ്ഞു സൈസിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൗച്ചിലോ ബോക്സിലോ ഒക്കെ ഇട്ടിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാൻഡ മിനി നോട്ട്ബുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കോളേജ് നോട്ടിലെ പേജാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് തന്നെ വേണമെന്നില്ല, ചെറിയ നോട്ട്ബുക്കിലെ പേജ് ആയാലും മതി. നടുപേജ് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനിയിപ്പോൾ 2 സെപ്പറേറ്റ് പേജ് ആയാലും കുഴപ്പമില്ല. ടോട്ടൽ ഇവിടെ ഞാൻ 4 പേജസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ഞാൻ കുറച്ച് ബോക്സസ് വരച്ചിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ നീളത്തിലും 5 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് ഈ റെക്ടാങ്കിൾസ് വരച്ചിട്ടുള്ളത്. നമുക്ക് വേണ്ട ബുക്കിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഈ മെഷർമെൻറ്റ്സ് എടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു പേജസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര കട്ടിയുള്ള ബുക്കാണോ വേണ്ടത് അതനുസരിച്ചിട്ട് പേജസ് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയൊരു നോട്ട്ബുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്ര പേജസ് മതി ഇപ്പം എനിക്ക്. ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. 6 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുമാണ്. ഇനി ഞാൻ പേപ്പറിൻ്റെ തന്നെ വേറൊരു പീസ് എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേജസിൻ്റെ അതേ നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. വീതി ഒരു 2 സെൻറ്റിമീറ്റർ മതി. ഇനി ഈ പേജസ് എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്നത് നമ്മൾ മുമ്പേ ഒരു കീചെയിൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള യൂണിക്കോൺ ആണ്. യൂണിക്കോൺ തീമിലും മിനി മൗസിൻ്റെ തീമിലും 2 കീ ചെയിൻസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്നാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഇനി ഞാൻ നീളത്തിലൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ പേപ്പറിൻ്റെ ലെങ്ത് എത്ര വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബുക്ക് 4 തവണ കവർ ചെയ്യാൻ പറ്റുന്നത്ര ലെങ്ത് വേണം. വീതി ആ ഒരു ബുക്കിൻ്റെ നീളത്തിനനുസരിച്ചുള്ള മതി. ഇനി ഞാൻ ഇതൊന്ന് സെൻറ്റർ നോക്കി മടക്കുന്നുണ്ട്. ബുക്കിൻ്റെ സൈസ് നോക്കിയിട്ട് വീണ്ടും 2 മടക്കൂടി മടക്കി കൊടുക്കുന്നുണ്ട്. സെൻറ്ററിലുള്ള ആ ഒരു മടക്കിൻ്റെ 2 സൈഡിലായിട്ടാണ് 2 മടക്കൂടി കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കിയത്. ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇത് കുറച്ച് ലെങ്ത് അധികം ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ മടക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബുക്കിനൊരു കവർ എന്ന രീതിക്കാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അങ്ങനെ ബാക്ക് സൈഡിലും ചെയ്യുന്നുണ്ട്. ഇത് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മിനി നോട്ട്ബുക്കിൻ്റെ ബേസിക് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ പേജസ് ഒട്ടിക്കാൻ ഗം അല്ലെങ്കിൽ സ്റ്റാപ്ലർ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. ഇനി നമുക്ക് ഇഷ്ടമുള്ള തീമിൽ ഈ ഒരു ബുക്കിനെ മാറ്റിയെടുക്കാം. ഞാനിവിടെ പാൻഡ തീമിലാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ബുക്കിൻ്റെ ഫ്രണ്ട് പേജിലാണ് നമ്മൾ പാൻഡയുടെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുള്ളത്. മാർക്കർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. ഞാൻ ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെവിക്കായിട്ട് ഞാൻ ഇതേ ഷേപ്പിൽ 2 പീസസ് കട്ട് ചെയ്തിട്ട് അതിൽ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാൻഡ തീമിലുള്ള ഒരു മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ സൈസിലുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ സ്കൂളിൽ നിന്ന് ഹോംവർക്ക്സ് ഒക്കെ നോട്ട് ചെയ്യാം. അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു നോട്ട്ബുക്കാണിത്.
പാൻഡ തീമിലായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. കാണാനും ഭംഗിയുണ്ട്, വളരെ യൂസ്ഫുള്ളും ആണ്, കൊണ്ടു നടക്കാനും എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തരിക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.